എവരിവൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധറിന്റെയും ഡിവോഴ്സ് വാർത്തയെ കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്പ്രെഡ് ചെയ്യുക, എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്പ്രെഡ് ചെയ്യുക, അതിനെ പിടിച്ചു തൂങ്ങി കുറെ പേരിങ്ങനെ നടക്കുക. നമ്മൾ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപാട് പേര് ഇപ്പൊ തന്നെ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റിന്റെ ആണെങ്കിലും ഇപ്പൊ പ്രവീൺ പ്രണവിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു എക്സാമ്പിൾ പറയുവാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. വൈറലായി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ മലയാളികൾ ഇപ്പം യൂട്യൂബ് ചാനലിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലരുണ്ട് വളരെ സന്തോഷകരമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി നല്ല രീതിയിൽ പോകുന്ന കുറെ പേരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് കടന്നു കയറി അനാവശ്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ കുത്തിക്കയറ്റി ഇങ്ങനെ വീഡിയോസ് ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഇറങ്ങുന്നുണ്ട്. അതും നല്ല രീതിയിൽ ജീവിക്കുന്നവരെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറിന്റെയും കാര്യമാണ്. ഞങ്ങള് ഇതിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ, അവരുടെ കല്യാണം ആ ഒരു ടൈമില്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാം വിവാഹമാണ് രണ്ടുപേരുടെയും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ്. അങ്ങനെ കല്യാണം കഴിച്ച ഇച്ചിരി പ്രായമായി കല്യാണം കഴിച്ച രണ്ടുപേരാണ്. പക്ഷെ അവര് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ആ കല്യാണത്തിന്. എല്ലാവരും കണ്ടാൽ അറിയാം, മക്കളും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് കല്യാണം കഴിച്ചതും പിന്നീടുള്ള ജീവിതവും. ഇപ്പൊ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും തമ്മിൽ ഡിവോഴ്സ് ആയി എന്നൊരു വാർത്തയാണ് ഇപ്പൊ ഫുള്ളായിട്ട് പരന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സത്യം എന്താണ് കള്ളം എന്താണ് എന്നറിയാതെ പറഞ്ഞു നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്രിസ് വേണുഗോപാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ശക്തവും വ്യക്തവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പലർക്കും പണി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ദിവ്യ ശ്രീധർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി അതിനകത്ത് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം അതെന്താണെന്നുള്ളത്. അവര് സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുക കേട്ടോ. ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ദയവായി ബാഡ് കമന്റ്സ് ഇടരുത്. പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വരുന്നില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, ദയവ് ചെയ്ത് ബാഡ് കമന്റ് ഇടരുത്. ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് ഒക്കെ സ്നേഹവും നന്ദിയും മാത്രം. ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവര് ബാഡ് കമന്റ് ഇടരുത്, ഞങ്ങളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അഭ്യർത്ഥിക്കുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ജീവിതത്തിന്റെ മധ്യാവസ്ഥയിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയ രണ്ടു പേര്, അവർക്ക് വീണ്ടും ജീവിക്കണമെന്ന താല്പര്യം കൊണ്ട് രണ്ടുപേരും വേറെ വിവാഹം കഴിക്കുന്നു. രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ്. അവർ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിച്ചു. അതിനെന്താണ് ഇത്ര പ്രശ്നം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആ ഒരു വിവാഹം എല്ലാരും കണ്ടതാണ്, വൈറലായിരുന്നു ഭയങ്കര. പിന്നെ അവരുടെ ആചാരപ്രകാരം വിവാഹം നടന്നു. കുട്ടികളും ബന്ധുക്കളും എല്ലാവരും വന്ന് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി വളരെ നല്ല രീതിയിൽ നടന്ന ഒരു വിവാഹം തന്നെയായിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരായിരിക്കും. അവർ രണ്ടുപേരും ഒരു താങ്ങായും തണലായും ലൈഫിന്റെ ഒരു മധ്യത്തിൽ എത്തിയപ്പോഴായിരിക്കും അവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്ന് തോന്നിയത്. രണ്ടുപേർക്കും താങ്ങും തണലുമായിട്ട് രണ്ടുപേരും ഉണ്ടാവുമല്ലോ. ആ ഒരു രീതിയിൽ മക്കൾക്ക് ഒരു അച്ഛനായിട്ട് അയാൾ വന്നു. പുള്ളിക്കാരൻ അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത കുറ്റം പറയുക. എന്തായാലും നാളെ ഇപ്പോ വാലന്റൈൻസ് ഡേ ആണ്. അതിന്റെ ഇടയ്ക്ക് ഇവര് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു വിടുവാണ്. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ ദിവ്യ ശ്രീധർ പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരാൻ കാരണം എനിക്ക് ഏട്ടന് ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയെന്ന്, ഞങ്ങള് ഡിവോഴ്സ് ആയി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കണ്ടില്ലേ,
അവര് ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞു നടക്കുന്നത്, ഡിവോഴ്സ് ആയി എന്ന്. എന്തിനാണ് ഇങ്ങനെ ഫേക്കായിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു മനുഷ്യരാണ് ഇപ്പൊ ഈ ജീവിക്കുന്നത്, ഈ ലോകത്ത് ജീവിക്കുന്ന എന്തൊരു മനുഷ്യരാണ്. രണ്ടുപേരും ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ ഒന്ന് ഇതായി എന്ന് പറഞ്ഞ് അവര് ഡിവോഴ്സ് ആയി എന്ന് പടച്ചു വിട്ടേക്കുവാണ്. പോട്ടെ, അവര് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കേണ്ട. നിങ്ങളുടെ കാര്യത്തിലൊന്നും അവരെ ഇടപെടാൻ വരുന്നില്ല. പിന്നെ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ എല്ലാവരും ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാതിരുന്നാൽ പോരെ? അവരുടെ ജീവിതം എങ്ങനെയോ പോട്ടെ, അത് അവരുടെ കാര്യം. ഇനി അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് കേട്ടു നോക്കാം. അദ്ദേഹം വളരെ ശക്തമായി മറുപടിയല്ല, വേറൊരു സംഭവം, ഒരു താക്കീതുമായിട്ടാണ് വരുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. ആഫ്റ്റർനൂൺ, ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെ കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് അനാവശ്യമായിട്ട് സ്പ്രെഡ് ചെയ്യുവാണ്, അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹവും തമ്മിൽ വേർപിരിഞ്ഞു എന്ന കാര്യം. കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫൈലിംഗ് എ കേസ് അഗൈൻസ്റ്റ് എവ്രിവൺ ഹൂ. അതായത് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അല്ലാണ്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ല വിഷമമാവും. ഇത് കണ്ടോ, ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ദിവ്യ ശ്രീധറും മക്കളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ താഴത്ത് വന്ന കുറച്ച് കമന്റ്സ് നോക്കാം. കണ്ടോ, കമന്റ് കണ്ടോ? മുതുക്കൻ എവിടെ? കുഞ്ഞുമായിട്ട് വളരെ സന്തോഷത്തോടെയുള്ള ഒരു നിമിഷം. ആ ഒരു കുഞ്ഞുമായിട്ട് പുള്ളിക്കാരി ചെയ്ത ആ ഒരു വീഡിയോയില് മുതുക്കൻ എവിടെ എന്നാണ് കമന്റ്. കണ്ടോ, ആ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡി പോലും ഇല്ല. ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്, അജിത് കുമാർ. പുള്ളിക്കാരൻ ഐഡിയും പ്രൊഫൈലും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വന്ന് ചോദിക്കുന്നത് മുതുക്കൻ എവിടെയെന്ന്. എനിക്ക് മനസ്സിലാവാത്തത്, ഈ നരച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ടാണോ ഈ മുതുക്കൻ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വിശേഷം വല്ലതും അടിക്ക് പിടിച്ചോ? അടുത്ത കമന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടിക്ക് പിടിച്ചോ, ആ സ്ത്രീയുടെ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമന്റ് ആണ്, വെറും നീചമായ ഒരു കമന്റ് ആണത്. കാര്യം എന്താന്ന് വെച്ചാൽ, ആ അടിക്ക് പിടിച്ചോ, ഓക്കെ സമ്മതിച്ചു, പക്ഷെ അതിൽ നിന്ന് പ്രഗ്നൻസി ആയോ എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് ആർക്കാണേലും മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പുള്ളിക്കാരന്റെ പേരാണ് കലേഷ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ആ ഒരു കമന്റ് ഇട്ടത്. ചേട്ടനെന്ന് കണ്ടേ, വളരെ സുന്ദരനും സുമുഖനും ഒക്കെ ആയിട്ടുള്ള ഒരു പുള്ളിയാണത്. ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു തൽസ്വഭാവിയായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരനെ കണ്ടാ പറയത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്നു. അതിനായി ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ മറുപടി ഉണ്ട്, ചേട്ടന്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടോന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും മാനസിക രോഗികളാണ്. പിന്നെ ഇതല്ലാണ്ട് വേറെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ബാക്കിയും കൂടെ നോക്കാം. ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതില് എനിക്കും എന്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗൈൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ തരം താഴ്ന്ന രീതിയിൽ വ്യക്തിഹത്യാപരമായ കാര്യങ്ങൾ. സാധാരണ ഉള്ള ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഇവര് നമ്മുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് വേറൊരു കാര്യങ്ങളോ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അവരുടെ ഡെയിലി ലൈഫിലുള്ള ഒരു കാര്യങ്ങളോ അവർ കാണിക്കുന്നില്ല. അവരുടെ പ്രൈവസി, അവരുടെ വ്യക്തിപരമായ ജീവിതം അവരത് ജീവിച്ച് തീർക്കട്ടെ. എന്തുവാണ് പ്രശ്നം? ഈ മനുഷ്യനെ ഇവർക്ക് ആർക്കെങ്കിലും നേരിട്ടറിയാമോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം എന്ന് പറയുന്ന വലിയൊരു ബ്രില്യന്റ് ആണ്. കാര്യം നല്ല വിദ്യാഭ്യാസം ഉള്ള, നല്ല ക്യാരക്ടറുള്ള, അതുപോലെ തന്നെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള, ഒരുപാട് ആത്മീക കാര്യങ്ങളിലൊക്കെ വിജ്ഞാനമുള്ള ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ നല്ല സന്തോഷകരമായ ജീവിതത്തിലാണ് അദ്ദേഹം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം വിവാഹം എന്ന് പറഞ്ഞ സമൂഹത്തിന് കല്ലെറിയാനുള്ള ഒരു കാരണമാണോ ഈ പറയുന്ന സാമൂഹിക ദ്രോഹിക കാരണം? സത്യം പറയാലോ, ഞാൻ ഉറപ്പിച്ചു പറയാം, പണ്ട് സതി എന്നുള്ള ഒരു ആചാരം ഉണ്ടായിരുന്നു. ആ ആചാരം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഈ വിധവയായിട്ടുള്ള ആ സ്ത്രീ, ആ പുള്ളിക്കാരന്റെ ഭാര്യയെ ഈ ചിത കത്തുന്ന സമയത്ത്, ഈ ഭർത്താവിന്റെ ചിത കത്തുന്ന സമയത്ത് പുള്ളിക്കാരി കൂടി അതിൽ ചാടി മരിക്കുമായിരുന്നു. അങ്ങനെയാണ്, ചാടി മരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, അത് അന്നത്തെ ആചാരമായിരുന്നു. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ 2025 പോലും ഒരു സ്ത്രീ ഡിവോഴ്സ് ആയി നിൽക്കുവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ വിധവയായി നിൽക്കുന്നു, അവരൊറ്റപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഇപ്പൊ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും വാട്സപ്പ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ കോൾ വഴിയാണെങ്കിലും ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ച് അവരുടെ വലയിൽ വീഴ്ത്താനായിട്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട്.
അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരൊരു മാരേജ് ചെയ്യുന്നു, രണ്ടാം വിവാഹം കഴിക്കുന്നുവെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അവരെ പറയുന്ന കാര്യമാണ് രണ്ടാം കെട്ട്. അതെന്താണ് ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, ഈ രണ്ടാം കെട്ടിന് എന്താണ് കുഴപ്പം? അതെന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തി രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് ഒറ്റപ്പെട്ടു പോയി, ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഒരു പങ്കാളി കൂടെ വേണം എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് രണ്ടാമത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ രണ്ട് കൈകൾ ചേർത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് ഇത്ര ഇത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിലെന്താണ് ഇത്ര തെറ്റ്? ബാക്കിയോട് കണ്ടുപോകാം. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം അഗൈൻ സെയിങ്, മോശമായ കമന്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഐ റിപ്പീറ്റ്, ഇത് നമ്മുടെ സമൂഹത്തിനകത്തൊരു ദുരന്തം വന്നാൽ അല്ലെങ്കിൽ അസുഖം വന്ന ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ കൈനീട്ടാറുണ്ട്. അവര് കൈനീട്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കരുത്. കാരണം അവര് കൈനീട്ടുന്നത് ഗതികേട് കൊണ്ടാണ്. അതേപോലെ തന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന മറ്റൊരു ദുരവസ്ഥയാണുള്ളത്. അവരുടെ ജീവിതം നമ്മുടെ അടുത്ത് തുറന്ന് പറയാത്തിടത്തോളം, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയിക്കാൻ താല്പര്യമില്ലാത്തിടത്തോളം, ഇങ്ങനെ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ എന്താണുള്ളത്? അഥവാ അവര് ഡിവോഴ്സ് ആയി എന്ന് വിചാരിക്കുക, ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? എന്തൊരു മനുഷ്യന്മാരുടെ. ബാക്കി നോക്കാം. And I am saying you should not do this. ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്. ഇത് തെറ്റെന്ന് പറയാൻ കാരണം ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. To defame or kind of post vulgar comments like you are doing now. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനും I'm not coming for any kind of say I'm not. പുള്ളിക്കാരൻ പറയുന്നത് കണ്ടില്ലേ, വളരെ ദയനീയമായിട്ടാണ് പറയുന്നത്. നിങ്ങളോടൊന്നും ഞാൻ വരുന്നില്ല, നിങ്ങളോട് ഞാനൊരു അഭിപ്രായം ചോദിക്കാനും വരുന്നില്ല, നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാനും ഞാൻ വരുന്നില്ല. അവരുടെ ജീവിതത്തിനകത്തുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് കടന്നു കയറുന്നത്? ഭയങ്കര വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ യൂട്യൂബിനകത്ത് കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ് പലരും. അങ്ങനെ കണ്ടന്റ് ഒപ്പിക്കുന്ന സമയത്ത് അയാള് ചിന്തിക്കും. ഇപ്പൊ ഞാനാണേലും ചിന്തിക്കും, അങ്ങനെ പറയുന്നത് ശരിയാണോ, ഞാൻ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ അവരെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു ഇതിനും വരാത്ത ഒരു ടീമിനെ കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഡിവോഴ്സ് ആയി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുമ്പോൾ അവസ്ഥയുണ്ടല്ലോ, അതെന്തായിരിക്കും? അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത്രമാത്രം നീചമായ രീതിയിലേക്ക് കടന്നാക്രമിച്ച് ശ്രദ്ധ തിരിക്കുക. എന്തായാലും ഇതിനെതിരെ ലീഗലായിട്ട് ഈ കഫേ വൈബ് എന്ന് പറയുന്ന ചാനലിൽ ഒരു വ്യക്തിയുടെ പേരടക്കം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനകത്തൊന്നും കയറി അഭിപ്രായം പറയേണ്ട കാര്യം ആർക്കുമില്ല. എന്തായിരുന്നാലും ഇതൊന്നും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വേറൊരുത്തം വന്നിരുന്ന് ഇങ്ങനെ മോശം കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയെ കുറിച്ച് മോശം രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് വേറൊരുത്തം വന്നിരുന്നത് മോശം കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫാമിലി ബ്ലോഗേഴ്സിനെ പോലെ അല്ല അവരവരുടെ പ്രൈവസി കീപ്പപ്പ് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പോയി ആർക്കും പറയാനുള്ള ഒരു അർഹതയും ആർക്കുമില്ല. എന്തായാലും ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അടി പിടിച്ചോ എന്ന് പറഞ്ഞതും മുതുക്കൻ എവിടെ എന്ന് പറഞ്ഞവർക്കും എല്ലാം ലീഗലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർക്കെതിരെ നിയമ നടപടികൾ വേണം. എന്തായാലും ഇതുപോലുള്ള ഓരോ ഞരമ്പന്മാരെയും ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്നതും അല്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവരെയും ലീഗലി എന്തെങ്കിലും ഒരു ഇത് വേണം കാര്യം. അല്ലാതെ ഇല്ലെങ്കിൽ ഇനിയും ഓരോ കുടുംബങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. എന്തായാലും ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും നല്ല സന്തോഷത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് അവര് നല്ലപോലെ ജീവിക്കട്ടെ. അപ്പൊ എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.